ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ ലെസ് പ്ലേ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്ന ഒരു മൈൻക്രാഫ്റ്റ് ലെസ് പ്ലേ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ എന്താ ഇവിടെ ആദ്യത്തെ മരം വെട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ മരം ഫുള്ളൊന്ന് വെട്ടണം. എന്നിട്ട് വെട്ടിയിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് ഒക്കെ ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഈ മരം വെട്ടട്ടെ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ടൂൾസ് ഒക്കെ ഉണ്ടാക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടൂൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. അതാരി കണ്ടില്ല ഞാൻ അവിടെ പോയി. ഞാൻ ഇതായിരുന്നു ഹങ്കർ പറഞ്ഞു. നീ എന്തുകൂടാ? നീ ആര്? ഇത് എന്റെ ലെറ്റ്സ് പ്ലേ വേണ്ട. നീ എന്ത് ഇവിടെ? ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കുള്ള. അല്ല, ഞാനും അവിടെ നിന്ന് മരം വെട്ടിയൊന്നാണ്. ഇതെന്റെ ലെറ്റ്സ് പ്ലേ ആയിട്ടല്ലേ. ഓ മൈ ഗോഡ്, നമുക്കൊരു മൾട്ടിപ്ലെയർ സീരീസ് കളിച്ചാലേ? അതെങ്ങനെ ശരിയാവും? ഇത് എന്റെ ലെറ്റ്സ് പ്ലേ വേണ്ട. നീയാണ് ഇവിടുന്ന് പോവാനുള്ളോ? കോപ്പട്രാ, നമുക്കൊരു മൾട്ടിപ്ലെയർ സീരീസ് ആവും. ഇപ്പൊ തന്നെ നൈറ്റ് ആയി. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മൾട്ടിപ്ലെയർ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇറ്റ്സ് ഗെന്നി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ കണ്ടെത്തി. ഇനി മൾട്ടിപ്ലെയർ സീരീസ് ആയിരിക്കും ഗൈസ്. സോ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ. എന്റെ ഗൈസ് എന്നെ ഓട്ടിക്കുന്നു. ഓടിക്കോ. ആ ചത്ത്. എവിടെ? നീ എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. നീ ഇങ്ങനെ പറയില്ല. ഇവിടെ ഫുള്ള് മോബായതിനു ശേഷം ഒന്നും ചെയ്യാൻ പറ്റൂല ഗൈസ്. ശുഭദിനം ഗൈസ്, അപ്പൊ ഇപ്പൊ നൈറ്റ് ആണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ കേവിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് നമുക്ക് ഡേ ആകുമ്പോ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. അപ്പൊ ഇത്ര നേരം കുറച്ച് ലാഗ് അടിച്ചു. അപ്പോ ഇനിയാണ് നമ്മൾ റിയൽ ആയിട്ട് മൾട്ടിപ്ലെയർ സീരീസ് തുടങ്ങാൻ. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരൻ ഇറ്റ്സ് ഗെന്നി. അപ്പോൾ നിങ്ങൾ അവൻ്റെ ചാനൽ കൂടി പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രോ ഗെന്നി എന്നാണ് പേര്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവൻ്റെ ചാനൽ ലിങ്ക്. ഓക്കെ, അതെ സെറ്റല്ലേ? അപ്പോൾ അടുത്ത മരം പോയി വെട്ടട്ടെ. പിന്നും മരം വെട്ടാം. കാരണം എന്താ, അവിടെ അറിയാതെ ഒന്ന് ചത്ത് ഒരു ബേബി സോംബി എന്നെ. അപ്പോൾ ഇനി ഈ മരം വെട്ടിയിട്ട് നമുക്ക് ഒരു ക്രാഫ്റ്റിൻ്റെ ടൂൾസ് ഒക്കെ ഉണ്ടാകും ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ മരം വെട്ടിയിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഈ റോയിൻ്റെ ഹോട്ടലാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഞാൻ പോയി സ്റ്റോൺ മൈൻ ചെയ്യട്ടെ. ഞാൻ സ്റ്റോൺ മൈൻ ചെയ്തില്ല. അപ്പോൾ ഇനി ഞാൻ പോയി സ്റ്റോൺ മൈൻ ചെയ്യട്ടെ. ഗെന്നി ഇതാ അവിടെ പോണ്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് പോയി സ്റ്റോൺ മൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ച് സ്റ്റോൺ ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളെ ഗോളെന്ന് വെച്ചാൽ ഇനി അയൺ ടൂൾസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതൊരു ബെഡൊന്നും ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി നമുക്കൊരു അയൺ ടൂൾസും ആർമറൊക്കെ സെറ്റാക്കാൻ നോക്കാം. എവിടെ നിന്ന് ചെയ്യടാ? അപ്പൊ അപ്പൊ
വരി. എടാ ഇവിടെ ഇവിടെ കോളുണ്ട് ഇങ്ങ് വാ. കാണണം വെച്ചേ. അയ്യോ തീർന്നു. നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും? നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ആദ്യത്തെ മാസം ഇപ്പൊ വീണേ. ഞാൻ മോൺസ്റ്റർ കണ്ട് കുറച്ച് വേറെ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുഴിക്കാം. ഇവിടെ നിന്ന് കുഴിച്ച് താഴോട്ട് പോകാം. ഈ ക്രീപ്പറിനെ ഈ കണ്ണെടുത്തപ്പോ കൂടെ ഹെൽപ്പ് ചെയ്യാം. ഇവിടെ വെള്ളം, ഇവിടെ വെള്ളം. അവിടെ എന്തേലും ഉണ്ടോ? വാട്ടർ കേവാ. ഇവിടെ കോൾ. അയ്യോ, Hello, how are you? I am under the water. അടയ്ക്കാം. ഇവിടെ നിന്ന് പോവാം. ഇവിടെ കുറച്ച് കോളുണ്ട്. കോൾ മാത്രമേ ഉള്ളൂ. കോള് വെച്ചേക്കാം. ഇവിടെ ഇതുവരെ പോയിട്ട് ആയം കിട്ടിയില്ല ഗൈസ്. എന്താണെന്ന് അറിയില്ല. ഞാൻ വെക്കാണ്ടിരിക്കാൻ. ഇനി വല്ല കേവ് കണ്ടുപിടിക്കുമ്പോ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. പോയിട്ട് കിട്ടാത്ത നമ്മൾ കൊറേ നേരമായി. ഇപ്പൊ ഞാൻ ഗന്നിന്റെ പിക്കാക്സ് ആണ് ഇട്ട് മൈൻഡ് ചെയ്യുന്നത്. ഇതുവരെ ആയിട്ട് നമുക്കൊരു കേവ് കിട്ടുന്നില്ല. ആയം കിട്ടി. 2 ഗൈസ്. കേവ് 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 കേവ്. ഇവിടെ അടുത്തൊരു കേവ് കിട്ടി ഗൈസ്. അവിടെ കുറച്ച് ആയനുണ്ട്. വെയിറ്റ് ചെയ്യും. ഫസ്റ്റ് നമുക്ക് ഇത് മൈൻഡ് ചെയ്യാം. നമുക്ക് പറയും പോലെ വുഡുണ്ട്. അത് വെച്ചേരെ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നമ്മൾ ഫസ്റ്റ് ആയ മൈൻഡ് ചെയ്യാം. ഇവിടെ 4 അയണുണ്ടായിരുന്നു ഗൈസ്. നമ്മളിനി ഫ്യൂച്ചർ ഇനി വേണ്ടിയാണ്. ഇപ്പൊ തന്നെ നമുക്ക് 11 ആയം കിട്ടി. ഞാൻ ലാഭയിൽ അറിയാതെ ഒന്ന് ചവിട്ടി. ആയിരിക്കുന്നറായൻ. അയ്യോ എന്നെ കൊന്ന്. അതല്ലേ ഞാനും പറഞ്ഞു. വാ 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 വാ. കേറ്. ഓക്കെ, ഷീൽഡ് ഉണ്ടാക്കാം. ഇത് സ്മെൽറ്റ് ചെയ്യണല്ലേ. ഫർണസ് ഉണ്ടാക്കാം. ഫർണസ് ഉണ്ടാക്കി ഇട്ടുണ്ട്. ഇനി അതിനകത്ത് കോളും അയണും കൂടി കുക്ക് ചെയ്യാൻ വയ്ക്കാം. അല്ല, കുക്ക് ചെയ്യാനല്ല, സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ 11 അയണും കൂടി ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം.
ആദ്യത്തെ ഷീൽഡ് ഇട്ടിട്ടുണ്ട്. Hello there. Guys. സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഫുള്ളോടെ കുറച്ച് കിട്ടും. നമുക്ക് ആർമർ ഉണ്ടാക്കാനുള്ള ഒരു കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അത് സ്മെൽറ്റ് ആയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഗെന്നി ഇവിടെ ഇത് സ്മെൽറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ, കുറച്ച് കോൾ ഇരിക്കുന്നു. കോൾ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കോൾ കുറച്ച് സ്മെൽറ്റ് ചെയ്യാം. അയ്യോ, അവിടെ കോൾ വാങ്ങിച്ച അവിടെ അപ്പൊ ഇനി മണ്ടയിലോട്ട് കയറണം. നമ്മള് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ. മണ്ടയിലോട്ട് കയറി വേറൊരു കേവ് കണ്ടുപിടിച്ചെന്നാണ് ഗെന്നി പറയുന്നത്. അപ്പൊ ഗെന്നിന്റെ അടുത്തോട്ടൊന്ന് പോവാം ഗൈസ്. വെളിയില് നൈറ്റാണ്. ചത്തി ഇനി അങ്ങ് തീർത്തേക്കാം. ഒരു കേവില് മൈനിങ്ങിനാണ് വന്നത്. അപ്പൊ നമ്മള് അയൺ മൈൻ ചെയ്യാനാണ് വന്നത്. നമ്മളെ ഗെന്നിക്ക് അയൺ മൈൻ ചെയ്യണം. അപ്പൊ നമുക്കിതാ ഇവിടെ ഒരു ഡയമണ്ട് കിട്ടി. താഴെ ഒരു ലാവ പൂളുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡയമണ്ട് ഉണ്ട്. ഒന്നാണോന്ന് അറിയില്ല. എന്തായാലും എന്റെ അയൺ പിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും മൈൻ ചെയ്യുന്നില്ല. എനിക്ക് വേണ്ട, നീ എടുത്തോ. ഓ 4 ഉണ്ടോ? എടുത്തോ എടുത്തോ. ഓ രണ്ടെണ്ണം ഉണ്ടാക്കാം. 2 ഡയമണ്ട് പിക്കാക്സും ഒരു സേവ് വെച്ചേക്കാം. 4 യെസ് യെസ്, താങ്ക് യു. അതായത് നമ്മൾ ഇവിടെ വന്ന് കുറെ അയണൊക്കെ കിട്ടി. നമുക്ക് 52 അത്ര സംതിങ് 50 സംതിങ് നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ 8 ഡയമണ്ടിൽ 4 ഡയമണ്ട് ഗെന്നി എനിക്ക് തന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങണം. ലാഭം എടുത്തോ, ബക്കറ്റ് എടുത്താ നീ? ഓക്കെ ഓക്കെ ഓക്കെ. ബക്കറ്റ് എനിക്ക് പറയാൻ പോലെ ബക്കറ്റ് വേണം. നമ്മൾ അച്ചീവ്മെന്റ് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ്, ഞാൻ അയൺ പിക്കാക്സ് പോലും ഉണ്ടാക്കിയിട്ടില്ല. അതാണ് വേറൊരു കാര്യം. ഓക്കെ, നമ്മൾ അയൺ ആർമറായി. ചാവായിരുന്നു. ഇനി നമുക്ക് ഈ കേവിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ, വരൂ വരൂ പോവാം. മണ്ടയിലോട്ട് കയറിയിട്ട് കാണാം. പിന്നെ ഒരു ഡയമണ്ട് അവിടെ ഇരിക്കുന്നു. നമ്മള് ഒരു വലിയ കേവിലാണ്. നമ്മള് മണ്ടയിലോട്ട് പോകുന്ന വഴിയായിരുന്നു.
ഡയമണ്ട് കൊണ്ടിരിക്കണം. ഡയമണ്ട് എടുക്കാം. വേറെ ഡയമണ്ട് ആ പൊട്ടത്ത ലാവ 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 മാറ് മാറ് അവിടെ മാറ്. എവിടെ എവിടെ ഡയമണ്ട് അടിച്ചാലും പറ്റില്ല. So guys, 45 is a zombie. സോംബിയ എവിടെ ഡയമണ്ട് നിനക്ക് എന്തൊരു മിഷൻ ഡേ എന്റെ ഫുഡില്ല അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അവന്മാരടിയടേ നീ എന്നിട്ട് ബാറ്റിൽ പോകണം. ആ സ്കെൽട്ടൻ അടിച്ചെന്നാണ്ടാ. ഇന്നത്തെ അടിയടാ. അയ്യോ ഞാൻ എങ്ങനെ സഫക്കേറ്റ് ആയി? ഞാൻ കേവിൻ്റെ അതിൻ്റെ അകത്ത് നിൽക്കായിരുന്നു, സഫക്കേറ്റ് ആയി. ഓ ശരി. ആ ഇനി ആ ഐറ്റംസ് എല്ലാം എടുക്കാം. ഇനി അത് അയ്യോ ഓട്ടം പൊട്ടി. ഇവിടെ എത്തി. എടാ എന്റെ ഡയമണ്ട് പിക്കാക്സാ താഴെ കിടക്കണ്ട അടിക്കലാണ്. എവിടാ അവിടെ കിടക്കുന്നു? വാ 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 വാ. ഓ ശരി. മിക്കവാറും ഡിസ്പോൺ ആയിട്ടാണ് ഈ കുടിയിലത്. ഇല്ല ഇല്ല അവിടെ ആയിരുന്നല്ലേ. ഓ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഇവിടെയൊക്കെ ഡയമണ്ട് ഉണ്ട് കേട്ടാ. ഡയമണ്ട് ഉണ്ടോ? മണ്ട കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും അടി കിടക്കുന്നത് വാട്ടറാണ്. അപ്പോഴത്തേക്ക് നമുക്ക് പോയി ഫുഡ് നോക്കാം. ആ ഷീപ്പിക്ക് എന്താ ഒരു മൂന്നായി. അയ്യോ നൈറ്റായി.
come on. ഓക്കെ, ഇനി ഡേ ആവും വരെ വെയിറ്റ് ചെയ്യാം. രാത്രിയായി. ഓക്കെ, അങ്ങനെ നമുക്ക് ഇന്ന് മൈനിങ്ങിന് ആയപ്പോൾ നമുക്ക് 17 ഡയമണ്ട് കിട്ടി. ഗായ്സ് അപ്പോൾ നമ്മൾ ഇതുവരെ ബെഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ബെഡ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ മൾട്ടിപ്ലെയർ സീരീസിന്റെ എപ്പിസോഡ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അതെ. അപ്പോൾ ഗൈസ്, ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ചെറിയ തെറ്റുകളൊക്കെ കാണും. ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി കാണാവുന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ. Garoto abandonado na Bahia, capitão de areia. Garoto abandonado na Bahia, capitão de areia.